21-കാരി ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭാ അധ്യക്ഷ. രാജ്യത്തെ പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന പ്രഖ്യാപനവുമായാണ് ദിയ അധ്യക്ഷ പദവിയിലെത്തിയത്. ഇതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി കേരള കോൺഗ്രസ് എമ്മിന് പാലാ നഗരസഭ ഭരണം നഷ്ടമായി. കേരള കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ദിയ പുളിക്കക്കണ്ടം, അച്ഛൻ ബിനു പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു എന്നിവരുടെ പിന്തുണയോടെ UDF പാലാ നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ദിയ ബിനു പുളിക്കക്കണ്ടം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വാസ്യതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇടുക്കിയിൽ കട്ടപ്പന നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ജോയി വെട്ടിക്കുഴിയും തൊടുപുഴ നഗരസഭാ അധ്യക്ഷയായി മുസ്ലിം ലീഗിലെ സാബിറ ജലീലും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയി വെട്ടിക്കുഴിക്ക് 20 വോട്ടുകളും CPM സ്ഥാനാർത്ഥി VR സജിക്ക് 13 വോട്ടുകളും ലഭിച്ചു. 38 അംഗ നഗരസഭയിൽ 22 വോട്ടുകൾ നേടിയാണ് സാബിറ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്വതന്ത്ര അംഗം R ഹരി വോട്ട് ചെയ്തില്ല. UDF ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതികൾ പലതും പൂർത്തീകരിക്കുമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഭൂരിഭാഗവും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെൻഡിങ്ങിലുള്ള കാര്യങ്ങൾ ഏറ്റവും അടിയന്തരമായി നമ്മളത് കൊടുക്കും. അതോടൊപ്പം തന്നെ കോളനികളിലൊക്കെയുള്ള ആളുകളുടെ അവരുടെ വീടിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ആ ആളുകളെ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പാലക്കാട് ജില്ലയിൽ 7 നഗരസഭകളിൽ 3 LDFും 3 UDFും 1 NDAയും ഭരണത്തിൽ. BJPയിലെ P സ്മിതേഷാണ് പാലക്കാട് നഗരസഭാ ചെയർമാൻ. പട്ടാമ്പി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ TP ഷാജിയെ തെരഞ്ഞെടുത്തു. അധ്യക്ഷ പദവിയിൽ 2.5 കൊല്ലം കോൺഗ്രസിനും 2.5 കൊല്ലം മുസ്ലിം ലീഗിനുമാണ് പട്ടാമ്പിയിലെ ധാരണ. മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ സജനയും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷനായി സുമേഷ് അച്യുതനും സത്യപ്രതിജ്ഞ ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിലെ CPMലെ MK ജയസുധ ചെയർപേഴ്സണായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. SC വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ UDFിലും BJPയിലും പ്രതിനിധികളില്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത്. CPM കൗൺസിലർ KK രാമകൃഷ്ണൻ ജയസുധയെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ UDF നേതാവ് PMA ജലീൽ പിന്തുണച്ചു. LDF വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച P നിർമ്മലയാണ് ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ. ഭരണം നിലനിർത്താൻ നിർമ്മലയെ പിന്തുണയ്ക്കാൻ CPM തീരുമാനിക്കുകയും